നാടൻ രീതിയിലുള്ള ചെമ്മീൻ തീയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കറിക്ക് ആവശ്യമായ മസാലയാണ് വറക്കാൻ പോകുന്നത്. അതിനായി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചിരവിയ തേങ്ങ, കറിവേപ്പില, ചുവന്നുള്ളി ഒരു 4 എണ്ണം ഇവയൊക്കെ ചേർത്ത് നന്നായി വറുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം വറുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മസാലകളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ തേങ്ങ വറക്കുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കണം. തേങ്ങ വറക്കും തോറും നല്ല മണം വന്നുകൊണ്ടേയിരിക്കും. വീട് മുഴുവനും അതിൻ്റെ മണം കൊണ്ട് നിറയും കേട്ടോ. തേങ്ങ ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ വറക്കണം. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിനായിട്ട് അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 10-15 മണി ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്. മുഴുവൻ കുരുമുളക് ചേർക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങ വറുത്തത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി തീയൽ തയ്യാറാക്കാനായി നമുക്കൊരു മൺചട്ടി എടുക്കാം. മീൻ കറി എപ്പോൾ ഉണ്ടാക്കിയാലും മൺചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, ഇവയൊക്കെ കൂടെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുന്നുണ്ട്. എളുപ്പം ചുവന്നുള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചുവന്നുള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മുരിങ്ങയ്ക്ക അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക് വെന്തതിന് ശേഷം വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക.
മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള ടൈം വെയിറ്റ് ചെയ്യുക. ഒരുപാട് നേരം നമ്മളിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ മീൻ റബ്ബർ പോലെ ആയിപ്പോവും. മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കിയ തേങ്ങ വറുത്തത് അത് നമുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തതിൻ്റെയും മസാലപ്പൊടികളും എല്ലാം കൂടെ അരച്ചെടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുമ്പോഴേക്കും നല്ലൊരു മണമാണ്. ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വരുന്ന മണമാണ് കറക്റ്റ് ആ മീൻ കറിയുടെ ഒരു മണം. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി കുറച്ച് കട്ടിയായി തോന്നിയേക്കാം. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഞാൻ ഇനി ചേർക്കാൻ പോകുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടിത്തരാനായിട്ട് ഞാൻ ചേർക്കുന്നത് ഇവിടെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയാണ്. ഈ ഗരം മസാല ലാസ്റ്റ് നമ്മൾ ഈ കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി കറിക്ക് വറവ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം.
ചുവന്നുള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ വറവ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി കുറച്ച് മതി ഒരുപാട് ചോറുണ്ണാനായിട്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.